ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ മെയ് 17 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ബേക്കിലൊരു കുഞ്ഞുവാവി ഇരുന്നിട്ട് കാർ ഓടിച്ച് കളിക്കുന്നത് നിങ്ങൾ കണ്ടാം. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് ചന്ദനക്കുറിയെല്ലാം തൊട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യം 12 മണിക്ക് എനിക്ക് ചെറിയൊരു സർപ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ അതെന്തായാലും നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. കൃത്യം 12 മണിയായിരം അനുവാണ് എന്നെ വന്ന് വിളിച്ച് വിഷ് ചെയ്തത്. അപ്പം ഞാൻ താങ്ക് യു പറഞ്ഞു. കഴിഞ്ഞ വർഷം ഓൾ തന്നെയാണ് എന്നെ വിഷ് ചെയ്തിട്ടുണ്ടായിന്. പക്ഷേ ഈ 12 മണിക്കുള്ള സർപ്രൈസ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ അനുവിനോട് താങ്ക്സ് എല്ലാം പറഞ്ഞ് ഇങ്ങനെ ഉറങ്ങാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കുണ്ട് വീണ്ടും അച്ഛൻ്റെ വിളി, ഒന്ന് പുറത്തേക്ക് വന്നേന്ന് പറഞ്ഞിട്ട്. അപ്പം എനിക്ക് തോന്നി എന്തോ ഒരു പരിപാടി ഉണ്ട് എന്ന്. അങ്ങനെ ഞാൻ എൻ്റെ ഉറക്കച്ചടവോടെ പുറത്തേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്ക് ഇതാ കേക്കെല്ലാം സെറ്റ് ചെയ്ത് എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. പിള്ളേരും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും തലേനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്കെല്ലാം വാങ്ങി സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇവരെന്നെ വിളിച്ചതാണ് കേട്ടോ. അപ്പോൾ ദേവൂട്ടി നല്ല ഉറക്കമായതുകൊണ്ട് പ്രതിയായിട്ടും ദേവൂട്ടിൻ്റെ കൂടെ റൂമിലുണ്ട്. ദേവൂട്ടി പെട്ടെന്ന് എണീറ്റാൽ കരയും ഭയങ്കരമായിട്ട്. അതുകൊണ്ട് തന്നെ പ്രതിയായിട്ടും റൂമിലുണ്ട്. അങ്ങനെ ഇതാ കേക്ക് കട്ട് ചെയ്യാണ്. അപ്പോൾ ഞാനിങ്ങനെ എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ആളാണ് കേട്ടോ. പക്ഷെ എനിക്കിങ്ങനെ 12 മണിക്കൊരു സർപ്രൈസ് കിട്ടുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഈ 12 മണിക്കൊരു സർപ്രൈസ് കിട്ടുന്നത്. ഇതിനു മുന്നേ സർപ്രൈസ് കേക്ക് കട്ടിങ്ങെല്ലാം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ടൈമിൽ ആദ്യമായിട്ടാണ്. ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. എന്താ വെച്ചാൽ പിള്ളേരും എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാനും ഒരുപാട് ഹാപ്പി ആയിരുന്നു. കേക്ക് കട്ട് ചെയ്യായിരിക്കും എന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷവും ഞാൻ ബർത്ത്ഡേക്ക് വീട്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ അച്ഛൻ കേക്ക് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിനെ. അതുകൊണ്ട് കേക്ക് കട്ട് ചെയ്യായിരിക്കും എന്ന് എനിക്ക് തോന്നിയിന്. പക്ഷേ ഈ 12 മണിക്ക് കട്ട് ചെയ്യുന്നത് ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് കേക്കെല്ലാം കട്ട് ചെയ്തു. അപ്പോൾ തലേന്ന് ഇവർ ഭയങ്കര പ്ലാനിങ് ആയിരുന്നു പോലെ. പിന്നെയാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഇവർ പിള്ളേരെൻ്റെ ബർത്ത്ഡേ ആണെന്ന് തലേ ദിവസമാണ് അറിഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ അവർ അച്ഛനെ വിളിച്ച് കേക്ക് കൊണ്ടുവരണമെന്ന് പ്ലാൻ ചെയ്തു. അപ്പോൾ തലേ ദിവസം ഞാൻ പറഞ്ഞു ചൂടായതുകൊണ്ട് തന്നെ ഹാളിൽ കിടക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിനെ. അപ്പോൾ അച്ഛൻ എങ്ങനെയും സമ്മതിക്കുന്നുണ്ടായിട്ടില്ല. അച്ഛൻ പറഞ്ഞു നിങ്ങൾ റൂമിൽ കിടന്നാൽ മതി, പിന്നെ ഹാളിൽ കിടക്കണ്ട, നമ്മൾ നിലത്ത് കിടന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ നിർബന്ധിച്ചുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ റൂമിൽ പോയി കിടന്നു. അപ്പോൾ ഞാൻ ഹാളിൽ കിടന്നിട്ടുണ്ടെങ്കിൽ അവർ ഈ പരിപാടിയൊന്നും നടക്കൂലായിരുന്നു. അതുകൊണ്ടാണ് എന്നെ നിർബന്ധിച്ച് റൂമിൽ തന്നെ കിടത്തിയത്. റൂമിൽ ഭയങ്കര ചൂടാണ്, അതുകൊണ്ടാണ് ഞാൻ ഹാളിൽ കിടക്കാമെന്ന് പറഞ്ഞത്. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് പ്രതിയാട്ടിനെ ഒന്ന് വിളിച്ച് കേക്ക് കൊടുത്തു, ഏച്ചിക്കും കൊടുത്തു. അപ്പോഴാണ് അടുത്ത സർപ്രൈസ് കിട്ടിയത്. ഇത് ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ടില്ല. കേക്ക് കട്ടിങ്ങോടെ തീർന്നു എന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായത്. അപ്പോൾ ഗിഫ്റ്റ് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അതൊരു ഫോട്ടോ ഫ്രെയിമാണെന്ന്. അപ്പോൾ ഞാനത് അവിടെ വെച്ചു കേട്ടോ. അച്ഛനും അമ്മക്കും കേക്ക് കൊടുക്കാനുണ്ട് അത്ര. അപ്പോൾ അത് എല്ലാവർക്കും കൊടുത്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ അൺബോക്സ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കേക്കെല്ലാം കൊടുത്തിട്ട് ഞാൻ എൻ്റെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി ഫോട്ടോ ഫ്രെയിമാണ് കേട്ടോ. നമ്മൾ 4 ആളും കൂടിയിലെ നല്ലൊരു ഫോട്ടോ ആണ്. ഈ ഫോട്ടോ കഴിഞ്ഞ ഓണത്തിന് നമ്മൾ നാട്ടിൽ കൊല്ലത്ത് പോയപ്പോൾ എടുത്ത ഫോട്ടോ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടെല്ലാം മാറ്റി ഏച്ചി സെറ്റ് ചെയ്ത് ആക്കി തന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഫോട്ടോ കാണാൻ. അപ്പോൾ എനിക്ക് ഒരുപാട് താങ്ക്സ് ആയി. അപ്പോൾ എല്ലാവരോടും ഞാൻ ഒരുപാട് താങ്ക്സ് പറഞ്ഞു. പിന്നെ ദേവൂട്ടി എണീക്കാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. കുറേ വിളിച്ച് നോക്കിയിനി, പക്ഷേ അവൾ ഭയങ്കര കരച്ചിലായതുകൊണ്ട് പിന്നെ എണീപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. കേക്ക് പിന്നെ രാവിലെ കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞ അച്ഛൻ. അങ്ങനെ ഇതാ ഗിഫ്റ്റെല്ലാം കിട്ടി. ഞാനത് പൃഥ്വിയേട്ടന് കാണിച്ചു കൊടുക്കുകയെന്ന് കേട്ടോ. പൃഥ്വിയേട്ടനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും എല്ലാവരോടും ഒരുപാട് താങ്ക്സ് പറഞ്ഞു. ഇപ്പോഴും ഞാൻ ഒരുപാട് താങ്ക്സ് പറയാമെന്ന് കേട്ടോ. പിന്നെ 12 മണിക്കേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഓരോരാളും വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റാറ്റസ് എല്ലാം ഇട്ടത് കണ്ടിട്ട് അപ്പം തന്നെ ഓരോരാളും വിഷ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫ്രണ്ട്സുകളും റിലേറ്റീവ്സും അങ്ങനെ ഒരുപാട് ആൾക്കാർ വിഷ് ചെയ്തിട്ടുണ്ടായിനി. അപ്പോൾ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് പറയാണ്. പിന്നെ അപ്പം തന്നെ വേഗം കേക്കെല്ലാം കട്ട് ചെയ്ത് പിള്ളേർക്കെല്ലാം കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കോലം കണ്ടിട്ട് നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടാവുമല്ലേ. എൻ്റെ കോലം കണ്ടിട്ട് എനിക്ക് തന്നെ ചിരി വരുന്നുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങളെ കാര്യം പറയണ്ടല്ലോ. ഞാൻ നല്ല ഉറക്കിലായിരുന്നു കേട്ടോ. എനിക്ക് കൈവേദന ആയതുകൊണ്ട് തലേദിവസം ഗുളിക തിന്നിട്ട് കിടന്നതുകൊണ്ട് തന്നെ നല്ല ക്ഷീണത്തിൽ ഉറങ്ങുന്നുണ്ടായേ. അപ്പോൾ അതിന് വന്നിട്ട് എന്നെ കുറേ വിളിച്ചതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞിനെന്ന് പറഞ്ഞിട്ടുണ്ടായിനെ. അപ്പോൾ എന്തായാലും ആ ഒരു രാത്രി കിടന്നതിൻ്റെ ഒരു കോലമാണ്. പിന്നെ ഇതാ വേഗം പോയിട്ട് ഒരു കുഞ്ഞി കഷ്ണം കേക്ക് വാങ്ങി തിന്നു. പിള്ളേരും എല്ലാവരും അവിടെ നിന്ന് കേക്ക് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. അങ്ങനെ കേക്കെല്ലാം നിന്നിട്ട് പിന്നെ വേറെ പരിപാടിയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ നേരെ റൂമിൽ പോയി. അതിൻ്റെ ഇടയ്ക്ക് 12 മണിക്ക് എണീറ്റായിരുന്നു തന്നെ പൃഥ്വിയേട്ടൻ എന്നെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പക്ഷേ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എൻ്റെ ഫോണിൽ കട്ടുമ്പോൾ ഇടിയോന്ന് ഉണ്ടായിന്. പിന്നെ അവരാണ് ഫുൾ വീഡിയോസ് എല്ലാം എടുത്തത് കേട്ടോ. അങ്ങനെ കേക്ക് കട്ടിങ്ങിൻ്റെ വിശേഷങ്ങളെല്ലാം കണ്ടില്ലേ. അപ്പോൾ ഞാൻ പൃഥ്വിയേട്ടനെ എന്തോ കളിയാക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ.
പിന്നെ നേരെ ഞാൻ അടുക്കളയിലേക്ക് കയറി. അപ്പോൾ ഇത് ബർത്ത്ഡേ സ്പെഷ്യലൊന്നല്ല, അച്ഛന് തലേ ദിവസം കുറച്ച് ഞണ്ടും ചെമ്മീനെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫേവറേറ്റാണ്. എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് വാങ്ങിയതോ ബർത്ത്ഡേ സ്പെഷ്യൽ ആയതുകൊണ്ട് വാങ്ങിയതോ ഒന്നും അല്ല കേട്ടോ. അച്ഛൻ ഇതുപോലെ ഇത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ്, അതുകൊണ്ട് അച്ഛൻ വാങ്ങലുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ പിള്ളേർക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അവരങ്ങനെ ഞണ്ടെല്ലാം അപൂർവമായിട്ടേ കഴിച്ചിട്ടില്ലൂ എന്ന് പറഞ്ഞു മാമൻ്റെ മക്കൾ. അപ്പോൾ അങ്ങനെ അവർ അങ്ങനെ കണ്ടിട്ടൊന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് അവരിങ്ങനെ അതിനെ എടുത്തിട്ട് ഇങ്ങനെ ഫോട്ടോഷൂട്ടെല്ലാം നടത്തുവാണ്. അങ്ങനെ പിന്നെ ഞണ്ടും ചെമ്മീനെല്ലാം ഞാൻ തണുപ്പ് മാറാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടുവച്ചു. അത് കഴിഞ്ഞ് ഞാൻ നേരെ ചായ കുടിക്കാൻ പോയി. പുട്ടും കടലയും ആയിരുന്നു കേട്ടോ ചായക്ക് കടി. അങ്ങനെ പുട്ടും കടലയെല്ലാം എടുത്തു. അച്ഛനും മക്കളും കൂടി ഇവിടെ സൈഡിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എല്ലാ വീഡിയോസിലും ദേവൂട്ടി ഉടുപ്പിടാണ്ടെന്നുള്ളത് പിന്നെ കാരണം ദേവൂട്ടിക്ക് ഭയങ്കര ചൂടുകുരുവാണ് കേട്ടോ. അതുകൊണ്ട് ഈ കുപ്പായ ഇടുമ്പോൾ കുത്തുന്നെന്ന് പറഞ്ഞിട്ട് എപ്പോഴും ടീഷർട്ട് ഇങ്ങനെ ഊരിയിട്ട് ട്രൗസർ മാത്രം ഇട്ടിട്ടാണ് നടക്കൽ. അതുകൊണ്ടാണ് ഞാൻ ദേവൂട്ടിനെ അധികം വീഡിയോസിൽ കാണിക്കാത്തത്. എനിക്കറിയില്ല കുപ്പായിടാണ്ട് വീഡിയോ എടുത്ത പ്രശ്നമാണെന്നെല്ലാം ചില വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഉടുപ്പ് മാത്രമാണ് ട്രൗസറിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ അപ്പോൾ പൗഡറെല്ലാം വാങ്ങി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നാലും ദേവൂട്ടിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചൂടുകുരു കുത്തുന്നത് കൊണ്ട് തന്നെ പിന്നെ ദേവൂട്ടി എപ്പോഴും ബനിയൻ ഊരിയിട്ടിട്ട് നടക്കും. അങ്ങനെ ഞാൻ വേഗം പിട്ടെല്ലാം കഴിച്ചു. പിട്ടെല്ലാം കഴിച്ചതിന് ശേഷം നേരെ ചെമ്മീൻ വൃത്തിയാക്കാൻ വേണ്ടി പോയി കേട്ടോ. അപ്പോൾ ചെമ്മീൻ വറുത്തരച്ച കറിയാണ് ഇന്ന് വെക്കുന്നത്. ഏച്ചി അതിനുള്ള ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റാക്കുന്നുണ്ട്. പിന്നെ അപ്പം ഞാൻ വേഗം ചെമ്മീൻ വൃത്തിയാക്കി കൊടുത്തു. എൻ്റെ കൂടെ നന്ദുവും വൃത്തിയാക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആ സമയത്ത് വീഡിയോ എടുത്തിട്ടുണ്ടായിട്ടില്ല. അപ്പുറത്തെ സൈഡിൽ ഓള് ഇരുന്നിട്ട് എൻ്റെ കൂടെ വൃത്തിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ നമ്മളെ ഉണ്ണിക്കുട്ടനും കൂടെ വന്നിട്ടുണ്ടായിനെ. എന്നിട്ട് ഓനും പറഞ്ഞു ഞാൻ ഇതുവരെ ഇത് കണ്ടിട്ടില്ല, എനക്കും കാണിച്ചതാ, ഞാനും വൃത്തിയാക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓനും വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. വലിയ ചെമ്മീനും അല്ല, തീരെ ചെറിയ ചെമ്മീനും അല്ല, ഒരു മീഡിയം സൈസിലെ ചെമ്മീനായിരുന്നു കേട്ടോ. അതുകൊണ്ട് ക്ലീനാക്കാൻ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടായിന്. അങ്ങനെ ചെമ്മീൻ ക്ലീൻ ചെയ്ത് വെച്ചു. പിന്നെ കൂടെ തന്നെ ഞാൻ വേഗം ഞണ്ടും കൂടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ പിന്നെ നമുക്ക് പണി കഴിഞ്ഞല്ലോ. ഞണ്ട് പിന്നെ വൈകുന്നേരം എടുത്തിട്ട് ആക്കിയാൽ മാത്രം മതിയല്ലോ. അങ്ങനെ അതെല്ലാം ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇവിടെ പ്രതിയായിട്ടും സച്ചും കൂടി ഇതാ ഷീറ്റെല്ലാം വലിച്ച് കെട്ടുന്നുണ്ട്. ഇനിയിപ്പം മഴക്കാലമെല്ലാം വരില്ലേ, അപ്പോൾ ഷീറ്റെല്ലാം കെട്ടിയിട്ടില്ലെങ്കിൽ ശരിയാവില്ല. പിന്നെ എപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ഉണ്ണിക്കൂട്ടിനൊരു ഹായ് പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മളിതാ ഒന്ന് പയ്യന്നൂരേക്ക് പോവുകയാണ് കേട്ടോ. ടൗണിൽ തിങ്കളാഴ്ച എൻ്റെ കസിൻ്റെ കുട്ടിയുടെ പാൽ കൊടുക്കലാണ്. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങണം. അപ്പോൾ ഇത് ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് വന്നിട്ട് ഈ ഫ്രണ്ടിൽ തന്നെ ഒരു നരയുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ പറയുന്നു, അയ്യോ പ്രായം കൂടിയില്ലേ, അതുകൊണ്ട് നരയും വന്നിട്ടുണ്ട്. കാണുന്ന ഭാഗത്ത് തന്നെ, പക്ഷേ ഇപ്പോൾ ഒന്നല്ല കേട്ടോ, കുറച്ച് നാളായി ആ ഒരു മുടി പൊട്ടിച്ച് കളിയും വീണ്ടും ഒരു വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഇത് 2 നര വന്നിട്ടുണ്ട് കേട്ടോ. സാരമില്ല, വയസ്സ് 30 കഴിഞ്ഞില്ലേ, 30 കേട്ടോ, എനിക്ക് 32 വയസ്സായേ. അങ്ങനെ റെഡിയായിട്ട് പയ്യന്നൂരേക്ക് പോവുകയാണ്. ഞാനും ഏച്ചിയും പ്രതിയേട്ടനും പിന്നെ ദേവൂട്ടി കരഞ്ഞു വിളിച്ച് നമ്മളിവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ പോവുകയാണ്. അപ്പോൾ ഹെൽമെറ്റ് എടുക്കാൻ മറന്നു പോയിട്ട് സച്ചുവിനോട് ഹെൽമെറ്റ് കൊണ്ടുതരാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓനിതാ ഹെൽമെറ്റുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 1-2 കുഞ്ഞി ആവശ്യങ്ങളുണ്ട്. പയ്യന്നൂരിൽ പോയിട്ട് അതിന് വേണ്ടിയിട്ട് പോകുന്നതാണ്. അമ്മ പണിക്ക് പോയിട്ടുണ്ട്, അതിനിട്ട് അമ്മയും അച്ഛനും പണിക്ക് പോയിട്ടുണ്ട്. അപ്പം നമ്മൾ വീട്ടിലെ പണികളെല്ലാം തീർത്തിട്ട് നമ്മൾ പോവുകയാണ്. അപ്പം നമ്മൾ നന്ദൂട്ടി അച്ഛൻ്റെ കൂടെ വണ്ടി അപ്പുറത്തെ ഇളയമേരെ വീട്ടിലാണ് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ പ്രതിയേട്ടൻ വണ്ടി എടുത്തിട്ട് റെയിലിൻ്റെ അവിടെ കൊണ്ടുവെക്കാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിന്. അപ്പോൾ നന്ദൂട്ടി അച്ഛൻ ഞാനും വരുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വണ്ടി കയറി പോയിനെ. അങ്ങനെ ഇതാ ദേവൂട്ടി വല്യമ്മേരെ വണ്ടി കയറിയിട്ടുണ്ട്. ഞാനും പ്രതിയേട്ടനും പുറകിലും പോകുന്നുണ്ട്. അപ്പോൾ ഏച്ചിയുടെ വണ്ടിയിൽ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയാണ് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും ഓളും എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ എപ്പോഴും ഓട്ടോ ആക്കിയിട്ടാണ് പോവുക. അപ്പോൾ അതിനോട് ഭയങ്കര പരാതി പറയുന്നുണ്ട്, ഇവളെൻ്റെ വണ്ടിയിൽ കയറൂല, ഇവൾക്ക് കയറിക്കൂടെയെന്ന് പറഞ്ഞിട്ട്. പക്ഷെ പേടിച്ചിട്ടാണ് കേട്ടോ ഞാൻ കയറാത്ത. അങ്ങനെ നമ്മൾ നേരെ പയ്യന്നൂരെത്തി. ഇപ്പം നമ്മൾ സ്ഥിരം വരെ ഈ പവൻ ഗോൾഡ് തന്നെയാണ് കേട്ടോ. ഓരോ ആവശ്യങ്ങൾക്കായിട്ട് നമ്മളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ വാവേൻ്റെ പാൽ കൊടുക്കലാണ്. അപ്പോൾ വാവക്ക് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പോയതാണ്. അങ്ങനെ ആ പവൻ ഗോൾഡ് പോയി ഗിഫ്റ്റെല്ലാം വാങ്ങി. അപ്പോൾ നമ്മൾ ദേവൂട്ടിക്കില്ലേ അവിടെ നിന്ന് ഓരോ സാധനങ്ങൾ കാണുമ്പോൾ അത് ദേവൂട്ടിക്ക് വേണം. അച്ഛാ അമ്മ എനിക്കൊരു മോതിരം വേണം, മോതിരം വാങ്ങിത്തരുമോ എന്നിട്ട് ദേവൂട്ടി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുവാണ് വാങ്ങിക്കൊടുക്കാത്തതുകൊണ്ട്. അതിൻ്റെ ഇടയിൽ അച്ഛൻ വന്നേരം അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എനിക്ക് മോതിരം വേണമെന്നേ. അന്നേരം അച്ഛൻ പറഞ്ഞു, മോടെ അച്ഛന് ലോട്ടറി അടിക്കട്ടെ, അപ്പോൾ അച്ഛൻ മോതിരം വാങ്ങിത്തരാണ്. അങ്ങനെ ഇതാ ദേവൂട്ടിക്ക് വാങ്ങിക്കൊടുക്കാത്തതിനുള്ള സങ്കടമാണ് കേട്ടോ ഈ കാണുന്നത്. സങ്കടവും ദേഷ്യവും എന്തെല്ലോ കൂടിയിട്ടുള്ള വികാരമാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ നമ്മൾ അച്ഛൻ്റെ അടുത്തേക്ക് പോയി. അത് ഞാൻ അന്നൊരു വീഡിയോ പറഞ്ഞാലേ പയ്യന്നൂർ എത്തിക്കഴിഞ്ഞാൽ ദേവൂട്ടിക്ക് അച്ഛൻ്റെ വീഡിയോയിൽ പോകണമല്ലോ.
പിന്നെ അച്ഛൻ നേരെ കൂട്ടിപ്പോയി എടുത്തേക്ക് മിൽമയിലേക്ക്. അപ്പോൾ ഇപ്രാവശ്യം ജ്യൂസ് വേണ്ട, അന്ന് അമ്മക്ക് വാങ്ങിക്കൊടുത്ത വെള്ളം മതിയെന്നാണ് ദേവൂട്ടി പറഞ്ഞേ. വേറെ ഒന്നല്ല കേട്ടോ, ലൈമാണ്. അന്ന് ദേവൂട്ടിക്ക് ജ്യൂസ് വാങ്ങിക്കൊടുക്കുമ്പോൾ അച്ഛൻ എനിക്കൊരു ലൈം വാങ്ങി തന്നിട്ടുണ്ടായിട്ടില്ലേ. അപ്പോൾ ആ ലൈമാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ആ ലൈം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ലൈമും വേറെ സമൂസയും വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലൈമും സമൂസയും വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത് കഴിച്ചുകൊണ്ട് ദേവൂട്ടി ഇത് അച്ഛൻ്റെ പീടികയുടെ അടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നേരെ നമ്മൾ വാവക്കൊരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ തുണിക്കടയിലേക്ക് പോയി. അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ പോയ സമയത്ത് ആടിതാ ഇതുപോലെ ഒരുപാട് കളർഫുൾ സാരികൾ നിരത്തി വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഇതിലൊരു സാരി ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എനിക്ക് പ്രതിയേട്ടൻ വാങ്ങി തന്നിട്ടുണ്ട്. ഏതാണെന്ന് മനസ്സിലായവരൊന്ന് കമൻറ്റ് ചെയ്യണേ. കുറച്ച് കഴിയുമ്പോൾ ഞാൻ എന്തായാലും അത് കാണിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാലും വെറുതെ ഒന്ന് കമൻറ്റ് ചെയ്തേ. അതിനുശേഷം നേരെ വാച്ച് കടയിലേക്ക് പോയി. ഇത് മാമൻ വന്ന സമയത്ത് എനിക്ക് ചേച്ചിക്ക് ഓരോ വാച്ച് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ലൂസായതുകൊണ്ട് ഞാൻ അതിൻ്റെ ചെയിനൊന്ന് കട്ട് ചെയ്യിക്കാൻ പോയതാണ്. അപ്പോൾ അത് കട്ട് ചെയ്യിച്ചു. പിന്നെ നമ്മൾ നേരെ 4KDയിലേക്ക് പോയി. അവിടുന്ന് ദേവൂട്ടിക്കൊരു ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പോയാൽ നല്ല ചെറിയ പൈസക്ക് ഡ്രസ്സ് കിട്ടും. അതുകൊണ്ട് ഞാൻ അവിടെ പോയിട്ട് ദേവൂട്ടിക്കൊരു ബനിയനും അതുപോലെ ഒരു പാവാടയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മളെ നാട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ചേച്ചി ഐസ് വാങ്ങാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇതുവരെ ചേച്ചിയുടെ വണ്ടി കയറിയിട്ടില്ലാന്ന്. ഓളെ ആ ഒരു പരാതി തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആടുന്ന് വീട് വരെ ഓളെ വണ്ടി കയറിയിട്ടുണ്ട്. പക്ഷേ ഞാൻ പേടിച്ച് ബേക്കിലിരിക്കുന്നു കേട്ടോ. അതെൻ്റെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അങ്ങനെ ഓളെ പരാതി എന്തായാലും ഞാൻ തീർത്തു കൊടുത്തിട്ടുണ്ട്. ഓളെ വണ്ടിയിൽ ഞാൻ കയറിയിട്ടുണ്ട് കേട്ടോ. സക്സസ്ഫുള്ളി വണ്ടി എടുത്തിട്ട് എത്ര കൊല്ലായി? 2019 ഇതുവരെ ഞാൻ കയറിയില്ല. 6 കൊല്ലമായിട്ട് ഞാൻ ഏച്ചിയുടെ വണ്ടി കയറാൻ പേടിയാണ്. ഏച്ചിനെ പേടിച്ചിട്ടല്ല, എന്നെയൊക്കെ എടുക്കാൻ പറ്റൂലേന്നില്ല എൻ്റെ പേടിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഞാൻ മറ്റുള്ളവരെ വണ്ടി കയറി കഴിഞ്ഞാൽ അവർക്ക് എന്നെ എടുക്കാൻ പറ്റൂലായിരുന്നു. ഭയങ്കര വെയിറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ പ്രതിയാടിൻ്റെ വണ്ടിയിൽ മാത്രമേ കയറിയുള്ളൂ. അങ്ങനെ ഞാനിത് ആദ്യമായിട്ട് ഏച്ചിയുടെ വണ്ടിയിൽ കയറി കേട്ടോ. ഇനി ധൈര്യത്തിൽ ഞാൻ ഓളെ വണ്ടി കയറിപ്പോവും. അപ്പോൾ എന്തായാലും ഇനി വീട്ടിലെത്തിയിട്ട് കാണാം. ഇനിയിപ്പം ഞാൻ ധൈര്യമായിട്ട് ചേച്ചിയുടെ വണ്ടിയിൽ കയറും കേട്ടോ. ചേച്ചി എന്നോട് പറഞ്ഞു, നീ ബാക്കിൽ ഇരിക്കുന്നുണ്ട് എന്ന് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, എനിക്ക് കുഴപ്പമില്ല, ഞാൻ കൂളായിട്ട് നിന്നെ എടുത്തിട്ട് പോവും, അതുകൊണ്ട് ഇനി നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ വണ്ടി എടുത്ത് പോകാമെന്ന് പറഞ്ഞു കേട്ടോ. സാധാരണ നമ്മൾ രണ്ടാളും കൂടി എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഓട്ടോ വിളിച്ചിട്ടാണ് പോവുക. എന്നിട്ട് എന്നോട് പറഞ്ഞു, എന്തിനാ വെറുതെ 10-200 റുപ്യ ഇത്രയും കാലം കളഞ്ഞിന്, അതിൻ്റെ നേർ പകുതി 100 റുപ്യ എണ്ണ അടിച്ചാൽ നമുക്ക് എത്ര പ്രാവശ്യം പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ വരുമ്പോഴത്തേക്ക് ഇതെല്ലാവരും പുറത്തേക്ക് വന്നിട്ടുണ്ട്. അവർക്കറിയാം നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാവുന്നത്. പിന്നെ ചൂട് സമയമായതുകൊണ്ട് എന്താണ് നമ്മൾ ഐസല്ലേ വാങ്ങുക, അതാണ് സ്ഥിരം വാങ്ങുക. അങ്ങനെ ഐസ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അതെല്ലാവർക്കും കൊടുത്തു. അപ്പോഴത്തേക്ക് ഇത് അച്ഛനും മോളും കൂടെ അപ്പുറത്തേക്കൂടെ കറങ്ങി വന്നിട്ടുണ്ട്. അവർ അപ്പുറത്തെ റൂട്ടിലേക്ക് കൂടി വണ്ടി കൊണ്ടുവച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേവൂട്ടിൻ്റെ കയ്യിലൊരു ഐസ് ഉണ്ടായിനെ. ആ ഐസ് മൊത്തം ദേവൂട്ടി മുണ്ടിലാക്കി കൊടുത്തിട്ടുണ്ട്. അതിനുള്ള പരാതി പറിച്ചില്ലാന്ന് പ്രതിയേട്ടൻ. ഐസല്ല, മറ്റേ മാംഗോ ബാർ പോലത്തെ ഒരു സംഭവം. അങ്ങനെ എല്ലാവരും കൂടെ ഐസ് തിന്നുകൊണ്ടിരിക്കലാണ് കേട്ടോ. എൻ്റെ പുറകിലൊരു കുഞ്ഞിക്കുട്ടി നിന്ന് ഐസ് തിന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? അമ്മാമ്മയാണ് കേട്ടോ. അപ്പോൾ വയസ്സാവും തോറും അമ്മമ്മമാർക്കും കുഞ്ഞിക്കുട്ടികളുടെ സ്വഭാവമായിരിക്കില്ല അല്ലേ. അമ്മമ്മക്ക് ഈ മധുരം കഴിച്ചുകൂടെങ്കിലും ഈ മധുരമുള്ള സാധനത്തിനോടെല്ലാം ഭയങ്കര താല്പര്യമാണ് കേട്ടോ. അപ്പോൾ ഐസ് അതുപോലെ മുട്ടായി പിള്ളേർക്ക് കൊണ്ട് കൊടുക്കുന്ന സാധനങ്ങളെല്ലാം കൊണ്ട് കൊടുത്താൽ അമ്മമ്മക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇത് വേക്കലതാ കുഞ്ഞിക്കുട്ടികൾ കുടിക്കുന്ന പോലെ ഐസ് കുടിക്കുന്നത്. അപ്പോൾ അത് കണ്ടേരം എനിക്കെന്തോ നല്ല ക്യൂട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ സാരി എടുത്തെടുത്തേരം ഇങ്ങനെ നോക്കുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ബർത്ത്ഡേ ഗിഫ്റ്റാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു ഭർത്താവിൻ്റെ ആണോ എന്ന്. ഞാൻ പറഞ്ഞു അതേന്ന്. അപ്പോൾ നല്ല രസമുണ്ട് എന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ നോക്കുവാണ് കേട്ടോ. നല്ല കളറ് എന്നെല്ലാം പറഞ്ഞ് നോക്കുവാണ്. അപ്പോൾ പ്രതിയേട്ടൻ അതിൻ്റെ ഇടയിൽ എന്തോ ഒരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അതിനെന്താണെന്ന് ഞാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് എടുത്തു തന്ന സാരി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള സാരി കേട്ടോ. നല്ല റേറ്റ് കുറവാണ് കേട്ടോ. ഇതിന് 250 രൂപയേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ എനിക്ക് വേറെ ഒരു പാൻറ്റ് ഷാളും ഏച്ചി ഒരു ടോപ്പ് എടുത്തതിന്. അപ്പോൾ അതിനൊരു പാൻറ്റ് ഷാളും എല്ലാം വാങ്ങിത്തരാമെന്ന് പറഞ്ഞാൽ പോയേ. അപ്പോൾ ഈ സാരി കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു കയ്യിൽ ബഡ്ജറ്റ് കുറവാണ്, ഒന്നിക്കിൽ പാൻറ്റ് ഷാളും വാങ്ങിത്തരാം, ഇല്ലെങ്കിൽ പിന്നെ സാരി വാങ്ങിത്തരാം. അപ്പം ഞാൻ പറഞ്ഞു പാൻറ്റ് ഷാളും ഞാൻ പിന്നെ വാങ്ങിക്കോളാം, സാരി മതിയെന്ന്. അങ്ങനെ കിട്ടിയ ഗിഫ്റ്റാണ്. ഇതാണ് എനിക്ക് ഏച്ചി തന്ന ടോപ്പ്. ഇത് ഏച്ചി ഇതിൻ്റെ അടുത്ത് പിള്ളേർക്കൂട്ടം നാട്ടിൽ പോയാലും വാങ്ങിയ ടോപ്പാണ് കേട്ടോ. അതുപോലെ ഒരു പാദസരവും വാങ്ങി തന്നിട്ടുണ്ട്. അതിനെ ഗോൾഡല്ല കേട്ടോ, ഗോൾഡാണ്. അപ്പോൾ അത് കുറച്ച് വീതിയുള്ള ചെയിനാണ് വാങ്ങിയത്. അപ്പോൾ അതെനിക്ക് അത്ര വീതിയിൽ എനിക്ക് ഇടുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ നമുക്ക് നേരിയത് മതിയെന്ന്. അങ്ങനെ പിന്നെ വൈകുന്നേരം പോയിട്ട് നേരിയ ചെയിൻ വാങ്ങിയിട്ടുണ്ടായിനെ. പിന്നെ ഞാനിത് ആ സാരിയെല്ലാം വെച്ച് നോക്കുവാണ് എങ്ങനെയുണ്ട്, ആ കളർ എനിക്ക് ചേരുന്നുണ്ടോ എന്നെല്ലാം ഞാൻ ചോദിക്കുവാന്ന് കേട്ടോ.
ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, കളറെല്ലാം ചേരുന്നുണ്ട്. അപ്പോൾ ഇനി അതിന് പറ്റുന്നൊരു ബ്ലൗസ് വാങ്ങണം. പിന്നെ എൻ്റെ കയ്യിൽ വാച്ച് കണ്ടിട്ട് നന്ദി ചോദിക്കുക എന്നിട്ട് ഇത് ഇടുന്ന അമ്മയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അതൊന്ന് മാമൻ കൊടുത്തു വിട്ടതാണെന്ന് പറഞ്ഞു എന്നിട്ടാ, മറ്റേ ഗോൾഡൻ ചെയിൻ ഇല്ലേ അങ്ങനത്തെ വാച്ച്. അപ്പോൾ അമ്മമ്മ പറയാണ്, എന്തെല്ലാം സാധനം നിൻ്റെ അമ്മക്ക് കിട്ടിയത്, എത്ര സാധനം കിട്ടിയത് എന്നുള്ള അമ്മമ്മ പറയുക എന്നിട്ട് നന്ദുവിനോട്. അപ്പോൾ ഞാൻ എന്തായാലും ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്താ വെച്ചാൽ ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടിയട്ടെ ഇപ്രാവശ്യം, അതുകൊണ്ട് ഒരുപാട് ഹാപ്പി ആയിരുന്നു. പിന്നെ ഞാൻ നേരെ ചോറുണ്ണാൻ വേണ്ടി പോയി. നല്ല വറുത്തരച്ച ചെമ്മീൻ കറിയും പിന്നെ പയർ വറവും വേറെ എന്താണ് വേറെ തൈരുമാണ് കേട്ടോ ഉണ്ടായത്. തൈര് ഞാൻ പരമാവധി ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും കൂട്ടാൻ ശ്രമിക്കലുണ്ട്, നല്ലതാണ് കേട്ടോ തൈര് കൂട്ടിയാൽ. അങ്ങനെ നല്ല ചെമ്മീൻ കറിയും തൈരും എന്താണ് വറവും എല്ലാം കൂട്ടിയിട്ട് ചോറുണ്ണുവാനും. പിന്നെ ചില ആൾക്കാർ പറയുന്നേക്കട്ടെ ചെമ്മീനും തൈരും ഒരുമിച്ച് കഴിക്കാൻ പാടില്ല എന്നെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ കഴിച്ചിട്ട് എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ പിള്ളേരെല്ലാവരും ഫുഡ് കഴിച്ചിട്ട് നേരത്തെ കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. കണ്ടെത്തുന്നവർ ഭയങ്കര കളിയാണ്. പ്രതിയാടിനും ചോറ് കഴിച്ചിട്ട് അവരപ്പുറം കളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടുകൊണ്ട് ഞാനിങ്ങനെ ഇറയത്തിരുന്നിട്ട് ഫുഡ് കഴിക്കലാണ്. ചോറൂണെല്ലാം കഴിഞ്ഞിട്ട് ഇത് എല്ലാവരും കളിക്കുന്നുണ്ട്. നല്ല വിശാലമായ കണ്ടുള്ളത് കൊണ്ട് തന്നെ ഇവർ കളിക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ അവർ ബോളെല്ലാം എറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നുണ്ട്. പിന്നെ പ്രതിയേട്ടൻ വന്നു കഴിഞ്ഞാൽ വിക്കിക്ക് നല്ല ഗോളാണ്. പ്രതിയേട്ടൻ വിക്കീനെ ഇളക്കി വിടും. അപ്പോൾ വിക്കിക്ക് ഇതുപോലെ കണ്ടത്തിൽ മൊത്തം ഇതാ ഓടി കളിക്കാൻ പറ്റുമേ. നമ്മളങ്ങനെ ഇളക്കലില്ല കേട്ടോ, ഇടയ്ക്കിങ്ങനെ ഇളക്കും, അല്ലാണ്ട് ഇങ്ങനെ കുറേ സമയം ഇളക്കൂല. പ്രതിയേട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് ഫുൾ സ്വാതന്ത്ര്യമാണ്, അങ്ങ് ഇളക്കി അങ്ങ് വിടും, അത് അതിൻ്റെ ഇഷ്ടത്തിന് അങ്ങ് കളിച്ചോളും. അങ്ങനെ ഫുള്ള് മണ്ണിൽ കളിച്ചിട്ട് ദേവൂട്ടിയെല്ലാം ആകെ മണ്ണിൽ പെരങ്ങി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇത് അച്ഛൻ മോളെ തേച്ചരച്ച് കുളിപ്പിക്കുന്നത്. ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ടായിനെ. അപ്പോൾ ചൂടുകുരു പോട്ടേന്നും പറഞ്ഞിട്ട് ദേവൂട്ടി മഴ നനഞ്ഞിട്ട് വന്നേനെ. പിന്നെ ഇതാ ഇവർ 6 ആളും കൂടിയുള്ളൊരു ഫോട്ടോ ആണ്, അത് ഏച്ചി ഫ്രെയിം ചെയ്തിട്ടുണ്ടായിനെ. പിന്നെ പിള്ളേർ പോകുമ്പോൾ കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് ഒക്കെ എന്തോ ഓഫറിന് 99 രൂപക്ക് എങ്ങാനും കിട്ടിയ ഫ്രെയിമാണ്. നല്ല അടിപൊളി ഫ്രെയിം തന്നെ കേട്ടോ. ആ പേജ് ഏതാണ് ഓർമ്മയില്ല, ഏച്ചി പറഞ്ഞു തന്നിനായിരുന്നു, പക്ഷെ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ ഇത് അവർ കൊണ്ടുപോകാൻ വേണ്ടി ചെയ്തു വെച്ചാണ്. ഇനി നമുക്ക് വീട്ടിലും ചെയ്തു വെക്കണം. അങ്ങനെ കുറേ സമയം ഇരുന്ന് വർത്താനെല്ലാം പറഞ്ഞതിന് ശേഷം ഞാനിത് അമ്മേൻ്റെ കല്യാണത്തിന്, പിറ്റേ ദിവസം നമുക്ക് കല്യാണമുണ്ട് റിലേറ്റീവിൻ്റെ. അപ്പോൾ അതിന് പോകുമ്പം എന്തുടുക്കണം എന്തിടണം എന്നില്ലേ ഇതിലാണ് ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മേൻ്റെ ഒരു സാരി സെറ്റാക്കി കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അതിനൊരു കഷ്ണം തുണി വെച്ചിട്ട് കുറച്ച് നീളം കൂട്ടാനുണ്ടായിന്. അപ്പോൾ അതിനുള്ള കലാപരിപാടിയിലാണ് ഞാനുള്ളത്. പക്ഷേ നൂല് പൊട്ടിക്കൊണ്ട് നിൽക്കുന്നത് കേട്ടോ. പിന്നെ എന്തോ മിഷന് ചെറിയൊരു പ്രശ്നമുണ്ട്. അങ്ങനെ കുറേ സമയം ഇരുന്നതിന് ശേഷം ഞാനവിടെ എണീറ്റ് പോയി. വൈകുന്നേരം ആയപ്പോൾ നമ്മൾ അപ്പൂനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിനെ. അവൻ ഇടയ്ക്കിടയ്ക്ക് ഒരു നെഞ്ചുവേദന പറയുന്നുണ്ട്. അപ്പോൾ ഗ്യാസിൻ്റെ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞ് ECG എല്ലാം എടുത്ത് നോക്കി, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇതാ അവർ പോയി വന്നിട്ടുണ്ട്. അപ്പോൾ വരുമ്പം അപ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളെ അടുത്തൊരു തട്ടുകടയുണ്ട്, നല്ല ചൂട് കടി കിട്ടുക. അപ്പം നല്ല ചൂട് കിഴങ്ങൂരി, ചൂട് എന്ന് പറഞ്ഞാൽ എണ്ണയിൽ നിന്ന് കോരി എടുത്ത് കൊണ്ടുവന്ന കിഴങ്ങൂരിയായിരുന്നു കേട്ടോ. അങ്ങനെ കിഴങ്ങുപൊരിയും ചായ നേരത്തെ കുടിച്ചിട്ടുണ്ടായിനെന്ന് തോന്നുന്നു കേട്ടോ, ഓർമ്മയില്ല. ചായ എല്ലാവരും നേരത്തെ കുടിച്ചിട്ടുണ്ടായിന്. അപ്പോൾ നല്ല ചൂടുണ്ട്. അങ്ങനെ ചൂട് കിഴങ്ങൂരി കഴിച്ചു. വൃത്തിയായിട്ട് നല്ല ഉറക്കമാണ് കേട്ടോ. ആ പിള്ളേരപ്പുറം കളിക്കുകയെല്ലാം ചെയ്തിട്ട് എന്നോട് പറഞ്ഞു ഇനി കുറച്ച് സമയം കിടന്നുറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് പോയി കിടന്നുറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ മുടിയെല്ലാം വരിക്കൊണ്ടിരിക്കലായിരുന്നു, അതാണ് എൻ്റെ തലയിൽ ചീപ്പ് കേട്ടോ. ഇനി വൈകുന്നേരം ആകുമ്പം അമ്മയും ചേച്ചിയെല്ലാം കല്യാണത്തിന് പോകും. ഞാൻ പറഞ്ഞില്ല റിലേറ്റീവിൻ്റെ കല്യാണം ഉണ്ടെന്ന്. അപ്പം ഞായറാഴ്ചയാണ് കല്യാണം. പിന്നെ ഇവർ തലേന്ന് പോകുന്നുണ്ട്, ഞാൻ പോകുന്നില്ല കേട്ടോ. അപ്പവും ദേവും ഏച്ചിയും അമ്മയും അച്ഛനും എല്ലാമാണ് പോയത്. അങ്ങനെ അവർ കല്യാണത്തിന് പോയി. ആ സമയത്ത് ഞാൻ ഞണ്ട് റോസ്റ്റ് ആക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ ഇതാ എൻ്റെ സ്നേഹനിധിയായ ഭർത്താവ് വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൈവേദനയല്ലേ, നീ അധികം ഇളക്കണ്ട, കുറേ സമയമായില്ലേ പണിയെടുക്കുന്നതെന്നും പറഞ്ഞിട്ട് എന്നെ വന്ന് സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഞണ്ട് റോസ്റ്റെല്ലാം ആയിട്ട് ചോറുണ്ട് നമ്മൾ കിടന്നു കേട്ടോ. കിടന്നേരമുണ്ട് ഇവരെന്നെ വിളിക്കുന്നത്, ആൻറ്റി വേഗം വാ അച്ഛൻ നെയ്ച്ചോറും ചിക്കനും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം ചിലപ്പോൾ അച്ഛൻ ഇത് കൊണ്ടിരുന്ന്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഫുഡേ കഴിച്ചിട്ടുണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ കുറേ നെയ്ച്ചോറും ചിക്കൻ കറിയെല്ലാം എടുത്തിട്ട് കഴിച്ചു. പ്രതിയേട്ടനോട് കഴിക്കാൻ പറഞ്ഞേരം വേണ്ട, പ്രതിയേട്ടൻ അത്യാവശ്യം നല്ലോണം ചോറ് കഴിച്ചിട്ടുണ്ടായിന്, അതുകൊണ്ട് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രതിയേട്ടൻ കഴിക്കൂല കേട്ടോ. അച്ഛൻ കല്യാണത്തിൻ്റെ അടുത്തുനിന്ന് വരുമ്പോൾ രാത്രി ആയിട്ടുണ്ടായിന്. അപ്പോൾ ഫുഡ് ബാക്കിയായതുകൊണ്ട് അവർ കുറച്ച് കൊടുത്തു വിട്ടിട്ടുണ്ടായിന്. അപ്പോൾ നല്ല നെയ്ച്ചോറും നല്ല വറുത്തരച്ച ചിക്കൻ കറിയായിരുന്നു. അപ്പൂട്ടൻ കഴിച്ചതാണ് കേട്ടോ. പക്ഷെ നമ്മളെല്ലാവരും കഴിക്കുന്ന കാണുമ്പോൾ ഓന് നമ്മളെപ്പോഴും ഒരു കമ്പനി തരണം എന്ന് തോന്നിയിട്ട് ഓൻ അങ്ങനെ ഇരുന്നതാണ്. പിന്നെ എല്ലാവരും കിടന്നു, അകത്തും ഹാളിലും എല്ലായിടത്തും കിടന്നിട്ടാണ് ഉള്ളത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഈ വർക്ക് ഏരിയയിൽ ഇട വന്നിരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത്. ഇതെന്താ ഇടിയിരുന്ന് കഴിക്കുന്നതെന്ന് വിചാരിക്കേണ്ട, ഇരിക്കാൻ വേറെ സ്ഥലവും ഉണ്ടായില്ല, അതുകൊണ്ട് എല്ലാവരും കൂടെ ഇട വന്നിരുന്നേ. പക്ഷെ അതൊരു വൈബായിരുന്നു കേട്ടോ. രാത്രി പിള്ളേരപ്പുറം അങ്ങനെ ഇരുന്ന് വർത്താനെല്ലാം പറഞ്ഞ് നമ്മൾ കുറേ സമയം വർത്താനെല്ലാം പറഞ്ഞിട്ട് ഇരുന്നിങ്ങനെ കഴിക്കും.
കൊടുക്കുക എന്നിട്ട് ചെയ്തേ. പിന്നെ അവരെല്ലാം കിടന്നു. നമ്മളിങ്ങനെ നല്ല അടിപൊളിയായിട്ട് നെയ്ച്ചോറും ചിക്കൻ കറിയെല്ലാം കഴിച്ചു. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛനിത് കൊണ്ടുവരുന്ന എനിക്ക് അറിയായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചേ ചോറുണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും നല്ല അടിപൊളി ഫുഡും കഴിച്ചിട്ട് പിന്നെ നമ്മൾ സുന്ദരമായിട്ട് കിടന്നു. അപ്പോൾ ഇതെല്ലാമായിരുന്നു നമ്മളെ ബർത്ത്ഡേ വിശേഷങ്ങൾ. ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.